ദയവിട്ടില്ല. അത്രേ ഉള്ളൂ. കുറേ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കുന്നത്. പേരൊന്നും ചോദിക്കില്ല, പേരൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. പേരൊന്നും ഒരിക്കലും എന്നോട് ചോദിക്കുന്നത് ഒരിക്കലും. ഞാൻ ഓൾക്ക് കൊടുത്ത വാക്കാണ്. അങ്ങനത്തെ ഇതോ ഒരിക്കലും ഞാൻ ഐഡൻറ്റിറ്റി ചെയ്തോ പറയൂല എന്നുള്ള കാര്യം ഇതന്നെ ഞാൻ അത്രയും വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. മനസ്സിലായി? ഒരിക്കലും ഞാൻ പേരൊന്നും വെളിപ്പെടുത്തൂല. ഓക്കെ, അപ്പോൾ ചാറ്റ് വായു കൂട്ടിയാട്ടെ. അങ്ങനെ നിങ്ങളങ്ങനെ പല പേരുകളും പറയും. മെഹർ, നന്ദന, പ്രിയാപ്പി വാര്യർ. ഇതെന്താ പ്രിയാപ്പി വാര്യറാ? ഇതെന്താടാ നിങ്ങളെല്ലാം പറയുന്നത്? ആരും ആവാം. ഞാൻ പേരൊന്നും പറയില്ല. ആരാന്നും ഞാൻ പറയൂല. പേരെനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അതങ്ങ് കഴിഞ്ഞല്ലോ. ആ ഭാരം ഞാൻ അങ്ങ് മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചത്. എൻ്റെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു കാറ്റ് പോലെ ഉള്ളിൽ ഇങ്ങനെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാറ്റ് കയറിയ പോലെ ഉണ്ടായതാണ്. മനസ്സിലാവും? അത് അങ്ങ് എടുത്ത് താഴെ വെച്ചപ്പോൾ സമാധാനമായി. മനസ്സിലാവും? അപ്പോൾ ഓളോട് പ്രപ്പോസ് ചെയ്തു. ഓൾക്ക് കല്യാണം കഴിക്കാൻ അച്ഛനമ്മേൻ്റെ ഇതില്ലാണ്ട് കല്യാണം കഴിക്കാൻ പറ്റൂല എന്നോള് പറഞ്ഞു. റെസ്പെക്റ്റ്ഫുള്ളി ഞാനത് അക്സെപ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ്. ഓക്കെ, അത് കഴിഞ്ഞു. എൻഡ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം എനിക്കിപ്പോൾ എന്തോ വേറെ എനിക്കങ്ങനെ കുറേ കാലം ഇപ്പോൾ ഫസി പോയതിന് ശേഷം എനിക്കങ്ങനെ